ഷമീർ പട്ടാമ്പിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ട്രഷററാണ് അദ്ദേഹം. അദ്ദേഹത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അസ്സലാമു അലൈക്കും. ഷമീർ ഭായി നേരത്തെ പീസ് റേഡിയോയിൽ വന്നിട്ടുണ്ട്. 2020 സവിശേഷം പരിപാടി. നമ്മൾ സവിശേഷം പരിപാടിയിൽ സാധാരണ കൊണ്ടുവരാറുള്ളത് ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിക്കുന്ന ആളുകളായിരിക്കും. അവർക്ക് പൊതുവെ ഭയങ്കര സെലിബ്രിറ്റി ഒന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ ബിഗ് മീഡിയ അവർ കാണൂല. അപ്പൊ അങ്ങനത്തെ ആളുകളെ മാത്രമാണ് ജീവിതവുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ കൊണ്ടുവരല്. അപ്പൊ വീണ്ടും ഷമീർ ഭായി ഇവിടെ എത്തിയിരിക്കുകയാണ്. സന്തോഷം പ്രത്യേകം പറയാണ്. നിങ്ങളിവിടെ വന്നു എന്നുള്ള വിവരം, നാട്ടിലുണ്ട് എന്നുള്ള വിവരം നമ്മുടെ നിഷാദ് സെൽഫിയാണ് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ്. ഇന്നലെ ഞങ്ങൾ കാസർഗോഡ് എന്നുള്ള മടക്കയാത്രക്കിടയിൽ. അപ്പോൾ നിങ്ങളെ ഇന്ന് തന്നെ എടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇന്നത്തെ ഗസ്റ്റിനെ നാളത്തേക്ക്. അപ്പോൾ പീസ് റേഡിയോയിൽ വരുന്ന ആളുകളൊക്കെ പൊതുവെ അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ സഹകരിക്കും. അപ്പോൾ എന്താ എന്നെക്കാളും അവന് അങ്ങനെ ചിന്തിക്കൂല. നമ്മൾ അങ്ങനെ പറഞ്ഞു. മൂപ്പര് ചിലപ്പോൾ ഒരു പക്ഷേ തന്നെ മടങ്ങിയാൽ മൂപ്പര് നമുക്ക് ലൈവിൽ കിട്ടൂല എന്നുള്ള നിലക്കാണ്. എന്തായാലും നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം. പേഴ്സണലായി ഈ ആംബുലൻസ് ഡ്രൈവേഴ്സ്, ഞാൻ എൻ്റെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ എനിക്ക് ഹീറോകളാണ്. എൻ്റെ കാരണമുണ്ട്. എനിക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടായി. അപ്പോൾ അവനെ കുറച്ച് പ്രതിസന്ധികൾ പ്രതീക്ഷിച്ചിരുന്നു പ്രസവത്തിലൊക്കെ. പക്ഷെ അതൊന്നും ഇല്ലാതെ അവൻ വന്നു. പ്രസവം ഉണ്ടായില്ല, സിസേറിയൻ ചെയ്ത് പുറത്തെടുത്തു. അത് കഴിഞ്ഞ് അൽമാസിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ കബീർ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, താജു ഇങ്ങനെ കുട്ടി കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്, കുട്ടി ആംബുലൻസിലെത്തിയിട്ടുണ്ട്, അതിൽ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പോയി ഇരുന്നു. അപ്പോൾ വളരെ സന്തോഷത്തിൽ നിന്ന് പെട്ടെന്ന് ആ മോഡ് ചേഞ്ചിങ് ആണ്. അപ്പോൾ അവൻ്റെ ശ്വാസകോശം പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഷീറ്റിൽ ഞാൻ നോക്കുമ്പോൾ രോഗം എനിക്ക് കിട്ടി. രോഗം ഞാൻ ഗൂഗിൾ ചെയ്തോടെ ഇരുന്നിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അവൻ്റെ ശ്വാസകോശം പൊട്ടിയിരിക്കുകയാണ്. ന്യൂമോത്രാക്സ് എന്ന് പറയുന്ന അസുഖമാണ്. ശ്വാസകോശത്തിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. അപ്പം അവൻ ഇങ്ങനെ മരണത്തിലേക്ക് പോവുകയാണ്. മരണം അവനെ കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് 100% തോന്നിയ ഒരു സമയമാണ്. അവൻ്റെ കാലിങ്ങനെ നീലച്ച് കയറുന്നു. സിസ്റ്ററുണ്ട്. സിസ്റ്റർ ഫാസ്റ്റ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രൈവർ അദ്ദേഹം ഒരു അമുസ്ലിം സുഹൃത്താണ്. അദ്ദേഹം അതിവേഗം വണ്ടി വിട്ടു പോവുകയാണ്. കോഴിക്കോടല്ല, ഇങ്ങ് പെരുന്തമണ്ണൊക്കെ കോട്ടക്കം ഇങ്ങോട്ടാണ് വരുന്നത്. നമുക്ക് കുറച്ചുകൂടി ദൂരം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ വെന്റിലേറ്റർ അല്ല, അതുകൊണ്ടാണ് പോരുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം അതിവേഗം പോവാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മളെല്ലാവരെയും ക്രൈസിസിലാക്കിയിട്ട് നിങ്ങളങ്ങനെ പോകണ്ട, നിങ്ങൾക്ക് മക്കളില്ലേ, കുടുംബമല്ലേ എന്ന്. ഞാൻ തികച്ചും വൈകാരികമായൊരു മൊമെൻറ്റിലാണെങ്കിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ സേഫ്റ്റി ഒരു പ്രധാനമാണെന്ന് തോന്നി. എൻ്റെ ഉമ്മ ഉണ്ട്, ഞാനുണ്ട്, സിസ്റ്ററുണ്ട്, മൂപ്പരുണ്ട്. അപ്പോൾ അത് എന്നെ ഒരു നോട്ടം നോക്കിയിട്ട് പിന്നെ ഭയങ്കര ഡ്രൈവാണ്. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ഡ്രൈവാണ്. ഞങ്ങളിവിടെ എത്തുമ്പോൾ അങ്ങാടിപ്പുറം എത്തുമ്പോൾ അന്ന് മേൽപ്പാലല്ല, അങ്ങാടിപ്പുറം മേൽപ്പാല അങ്ങ് ക്ഷേത്രത്തിന്റെ അപ്പുറത്ത് ഞങ്ങളെ വണ്ടി സ്റ്റക്കായി ബ്ലോക്ക്. അപ്പൊ ഇത് നമ്മളെ മലപ്പുറം ആയതുകൊണ്ട് ചെറിയ സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്തു, എല്ലാം ഒഴിവാക്കി ഞങ്ങളെ കൊണ്ടുവന്നിട്ട് കറക്റ്റ് ഗേറ്റിന്റെ മുന്നിലിട്ടു. ട്രെയിന് പോയ ഉടനെ ഞങ്ങള് ഫസ്റ്റ് കയറി വന്നു. പിന്നെ നമ്മളിത് മറക്കുമല്ലോ, ഈ കാര്യങ്ങൾ മറക്കും. അപ്പൊ അദ്ദേഹം ക്ഷമാപൂർവ്വം നിൽക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹനോട് പറഞ്ഞു, എൻ്റെ സർവീസിൽ ആംബുലൻസ് പതുക്കെ വിട്ടാൽ മതി എന്ന് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ മോനെ ഇപ്പം 13 വയസ്സായി. ഓൻ ലൈവിൽ ഇപ്പം ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് അവന് ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു. മറ്റിങ്ങനെ കമന്റ്സ് ഒക്കെ ആയിട്ട് അവനിങ്ങനെ ഉണ്ടാവലുണ്ട്. അപ്പം അതുകൊണ്ട് ആ നിമിഷം പിന്നീട് പലപ്പോഴായി നമ്മൾ ആംബുലൻസിന്റെ സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മൊത്തം ആംബുലൻസ് ഡ്രൈവേഴ്സിന് വേണ്ടി ഒരു ബിഗ് സല്യൂട്ട് ഷമീർ ഭായിയുടെ അടുത്ത് കൊടുത്തേക്കാണ്. ഓക്കെ, എന്തായാലും വയനാട്ടിലേക്ക് വരാം നമുക്ക്. വയനാട്ടിൽ ഇങ്ങനത്തെ ഒരു മഹാദുരന്തം രാത്രിയാണ് സംഭവിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എപ്പോഴാണ് വിവരം കിട്ടുന്നത്? നിങ്ങളെപ്പോഴാണ് പോണത്? ആരാണ് വിളിച്ചത്? നമുക്ക് അവിടുന്ന് വിളി വന്നത് പറയുന്നത് 4:30 മണിക്കാണ്. പുലർച്ചെ 4:30 മണിക്കാണ്. ഇതേപോലെ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ്റെ വയനാട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് എന്നെ വിളിച്ച് പറഞ്ഞു, നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്, അതിൻ്റെ ആഘാതം അറിയില്ല, പക്ഷെ നമ്മൾ വണ്ടികളൊക്കെ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു നിർദ്ദേശമാണ് നമുക്ക് ആദ്യം കിട്ടിയത്. ആ സമയത്ത് തന്നെ നമ്മൾ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള എല്ലാ ജില്ലകളുള്ള ഗ്രൂപ്പുകളിൽ നമ്മളതിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തു. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ആഘാതം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉരുൾപൊട്ടലുണ്ടായി, നമ്മളെ പല ഭാഗങ്ങളിൽ ഉരുൾപൊട്ടുന്ന ആ ഒരു രീതിയിൽ, മണ്ണിടിച്ചിൽ ആ ഒരു രീതിയിലാണ് നമ്മളതിനെ ഒരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മളത് കണ്ടിട്ടില്ല. പിന്നീടാണ് നമ്മൾ അടിയന്തരമായിട്ട് തന്നെ
എല്ലാ ജില്ലക്കും നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ അലർട്ടായിട്ടിരിക്കണം, ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഗൗരവങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ ജില്ലാ കമ്മിറ്റിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കും, നിങ്ങളെല്ലാവരും അലർട്ടായിട്ടിരിക്കുക. ആ ഒരു നിർദ്ദേശമാണ് നമ്മളെല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും നമ്മൾ നിർദ്ദേശം കൊടുത്തത്. കാരണം നമുക്കിതിൻ്റെ ഗൗരവങ്ങൾ അറിയില്ല. പിന്നീടാണ് നമ്മൾ അവർ ഓരോ 10 മിനിറ്റും 15 മിനിറ്റും കൂടുമ്പോൾ നമ്മളെ വിളിച്ചുകൊണ്ടിരുന്നു. നമ്മളിതിൻ്റെ ഇങ്ങനെയൊക്കെയാണ്, അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു സാധാരണ രീതിയിലുള്ളൊരു മണ്ണിടിച്ചിൽ, അതല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് ഒരു ചെറിയൊരു രീതിയിലായിരിക്കാം. പിന്നെ അതും ഒരു മലമുകളിലാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളത് കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തന്നെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ കാണുന്ന ന്യൂസ് വെച്ച സമയത്ത് ന്യൂസിനകത്ത് ഇതിന് കാണുന്നുണ്ട്, ഇതിൻ്റെ പ്രത്യേകതകൾ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു ഇൻസിഡൻ്റാണ് നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അനൂപ് സാമുവലിനോടും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജുദ്ദീൻ ചിറക്കലിനുമായിട്ടും ഇതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. പക്ഷേ ഞങ്ങൾ 3 പേരും ഞങ്ങളേതായ 3 പേർക്ക് ഒരു പേഴ്സണലായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് ഞങ്ങളിതിങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കിയത് വലിയൊരു ഇൻസിഡൻ്റാണ്, ഒരുപാട് ആളുകൾ ഇതിൽ അകപ്പെട്ടിട്ടുണ്ട്, വലിയൊരു പ്രത്യാഘാതം നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ല, ഇവർക്കൊക്കെ നിർദ്ദേശം കൊടുത്തു. അടിയന്തരമായിട്ട് ആംബുലൻസുകൾ അവിടെ വിന്യസിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്ത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്നും നമ്മൾ 100ഓളം ആംബുലൻസുകൾ അങ്ങോട്ട് വിട്ടുകൊടുത്തു. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് ഇത്രയും വലിയ ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. കാരണം നമ്മൾ സ്വാഭാവികമായിട്ടൊരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അതിനകത്ത് 2-3 പേരുണ്ടാവും. ആ രീതിയിലുള്ള ഒരു ഇൻസിഡൻ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടത്. പിന്നീടാണ് വയനാട് ജില്ലാ കമ്മിറ്റി നമ്മൾ അറിയിച്ചത് ഒരുപാട് ആളുകൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലമൊന്നും പോരാത്ത ഒരു സിറ്റുവേഷനായി. അപ്പോൾ അടിയന്തരമായിട്ട് ഞങ്ങൾ 3 പേരും ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ 3 പേരും കൂടി വയനാട്ടിലേക്ക് തിരിച്ചു. ഇവിടുന്ന് നമുക്കറിയാലോ റോഡിൻ്റെ ശോചനീയാവസ്ഥയും മഴയും കാര്യങ്ങളും. കാരണം നമുക്ക് ഇവിടുന്ന് പോകുമ്പോഴും നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളെ നാടുകളിലും ഇതുപോലെ വലിയ സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. നാച്ചുറൽ ദുരന്തങ്ങൾ, ഭാരതപ്പുഴയിലൊക്കെ വെള്ളം അതിക്രമിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു, ദൂതപ്പുഴയിൽ കയറിക്കൊണ്ടിരിക്കുന്നു, നമ്മളെന്നും കാണാത്ത രീതിയിലുള്ള മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ മുന്നിൽ കണ്ട് നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. കാരണം നമ്മളിവിടുന്ന് പോയാൽ നമ്മളെ നാടുകളിൽ എന്തെങ്കിലും, ഞാൻ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ ഞാനതിൻ്റെ ഒരു ട്രോമ കെയർ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് പോയാൽ അത് കോർഡിനേഷൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും, നമ്മളെ നാട്ടിൽ വരുന്നത് എന്തെങ്കിലും തടയാൻ പറ്റുമോ എന്നൊക്കെ വളരെ വീക്ഷണമായിട്ട് തന്നെ നമ്മൾ പരിശോധിച്ചു. നമ്മൾ അതിൻ്റെ നിർദ്ദേശങ്ങൾ മെമ്പർമാർക്ക് നൽകിയിട്ട്, കാരണം നമുക്ക് ഇത്രയും വലിയ ഇൻസിഡൻറ്റ് നടന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അടിയന്തരമായിട്ട് തന്നെ ഞങ്ങൾ 3 പേരും, ഒരാൾ തിരുവനന്തപുരത്താണ്, ഒരാൾ എറണാകുളത്താണ്, എല്ലാവരും അടിയന്തരമായിട്ട് വരാൻ പറഞ്ഞു. അവർ 2 പേരും എൻ്റെ അടുത്ത് വന്നു, പട്ടാമ്പിയിൽ വന്ന് ഞങ്ങൾ കാറെടുത്ത് അടിയന്തരമായിട്ട് തന്നെ. കാരണം നമുക്ക് ജനങ്ങളപ്പോൾ അത്രയും വലിയൊരു ഇൻസിഡൻ്റ് അവിടെ നടന്നതെന്ന് അറിയാത്തത് കൊണ്ട് നമ്മളെ പോലും കടത്തിവിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. റോഡുകളിലൊക്കെ നല്ല വെള്ളക്കെട്ടുണ്ട്, ബ്ലോക്കുകളുണ്ട്. അത് കാരണം നമുക്ക് എത്താൻ കുറച്ച് വൈകിയെങ്കിലും കൂടി നമ്മൾ അൽഹംദുലില്ലാഹ് പെട്ടെന്ന് അവിടെ എത്തി. നമ്മളവിടെ ആംബുലൻസുകൾ നമ്മളെ ചൂരൽമലയിലും. ഇത് എത്ര ആംബുലൻസ് മൊത്തം അവിടെ ആ സമയത്ത് മൊത്തം ഉണ്ടല്ലെങ്കിൽ? മൊത്തം നമ്മൾ ആ ഇൻസിഡൻറ്റ് പറ്റി നമ്മളൊരു 6 മണിക്കൂർ 7 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ എത്തുന്നത്. പക്ഷെ നമ്മൾ നിരന്തരം അവരെയിട്ട് ജില്ലാ കമ്മിറ്റിയുമായിട്ട് ഇങ്ങനെ നിരന്തരം കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമുക്ക് എത്തുമ്പോഴും നമുക്ക് എത്ര വണ്ടി ഓടിച്ചാലും അങ്ങോട്ട് എത്താത്തൊരു സാഹചര്യം. കാരണം നമുക്ക് വണ്ടി സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മാനസികമായിട്ട് നമുക്ക് എത്തുന്നില്ല എന്നുള്ളൊരു. അപ്പോൾ നമ്മൾ വിളിച്ചന്വേഷിച്ചേക്ക് നമ്മൾ 500ഓളം വണ്ടികൾ ആൾറെഡി ആ സമയം കൊണ്ട് തന്നെ അവിടെ എത്തിപ്പെട്ടു. 500ഓളം ആംബുലൻസുകൾ അവിടെ എത്തിപ്പെട്ടു. അത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ കേരളത്തിൽ ഒരുപാട് ആംബുലൻസുകൾ 8000-ന് മുകളിൽ ആംബുലൻസുകൾ ഉണ്ട് എന്നാണ് ഏകദേശം ഒരു കണക്ക്. അപ്പോൾ അത്രയും ആംബുലൻസുകൾ, ഈ 500ഓളം ആംബുലൻസുകൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നു എന്നറിഞ്ഞ സമയത്ത് തന്നെ
വളരെ ആത്മാർത്ഥമായിട്ട് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതിനകത്ത് സ്വന്തമായിട്ട് അവർ എണ്ണ അടിക്കുന്നു, സ്വന്തമായിട്ട് ചെലവുകൾ നടത്തുന്നു. ഇതെല്ലാം മാറ്റിവെച്ച് ഒരുപാട് ആളുകൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതൊക്കെ എല്ലാം മാറ്റിവെച്ചിട്ട് സഹജീവികളോടുള്ള ഒരു സ്നേഹം, ഒരു പ്രതിബദ്ധത, ഒരു സാമൂഹിക പ്രതിബദ്ധത. ഇത്രയും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരു വലിയൊരു ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് എല്ലാവരും അവിടെ ഓടിയെത്തി എന്നുള്ളത് വളരെ ഒരു ചാർജ്യമായ. ഇതിലിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വരുന്ന ചെലവ്, നിലവിലുള്ള എക്സ്പെൻസുകൾ കിട്ടിയോ? എന്താണ് നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ, ഇപ്പോൾ ഒരു ആംബുലൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ആംബുലൻസ് ഡ്രൈവറായിട്ട് വന്ന ഒരാളാണ്. ഈ ആംബുലൻസ് ഒരു ആക്സിഡൻറ്റ്, ഇപ്പോൾ സപ്പോസ് നമ്മൾ വരുന്ന ഭാഗത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ നമ്മൾ ആ രോഗിയെ എടുത്ത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. നമ്മൾ അതിനകത്തുനിന്ന് വാടക കിട്ടുമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന കൊണ്ടയ രോഗിയുടെ അടുത്ത് ഒരു നന്ദി വാക്ക് കിട്ടുമെന്നോ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ കിടക്കുന്നത് ആരാണെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അത് ചിലപ്പോൾ ക്ലെയിം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും വണ്ടി. അപ്പോൾ നമ്മളവിടെ ക്ലെയിം ചെയ്ത് നമ്മൾ തിരിച്ചു വരും. അവരുടെ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർമാരെ നമ്മൾ അറിയിക്കും, ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്, നിങ്ങൾ അടിയന്തരമായിട്ട്. നമ്മൾ നോക്കുന്നൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ ഈ രോഗി നമ്മളോട് പറയും, ഇന്ന ഞാൻ സ്ഥലത്തുള്ളതാണ്, എൻ്റെ ഭാര്യയുടെ നമ്പർ ഇതിനകത്ത് നിങ്ങൾ എടുക്കുക, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. ഒന്നും പറയാത്ത ആളുകളെടുത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഡയറിയോ ഫോണോ എന്തെങ്കിലും എടുത്തു. ശേഷം ഇപ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു ആക്സിഡന്റ് നടന്നാലും നമ്മൾ ഫോൺ എടുത്തത് ലോക്ക് തുറക്കാൻ പറ്റില്ല. ഈ പറയുന്ന ആളുകൾക്ക് ഈ രോഗിക്ക് ഇത് തുറന്നു തരാനും പറ്റില്ല, അതുമില്ല. അപ്പം അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടാണ് അത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കുന്ന അദ്ദേഹത്തിന് പേഴ്സോ കാര്യങ്ങൾ. അപ്പോൾ ഒരു പക്ഷേ ഒരാളെടുത്ത് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ATM കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് സാന്ദർഭികമായിട്ട് ഇതൊരു പ്രശ്നമാണല്ലോ. അപ്പം ശരിക്കും നമ്മൾ എല്ലാവരും പേഴ്സിൽ വേറെ തന്നെ നമ്പറൊക്കെ എഴുതി വെക്കണം. അഡ്രസ്സും ഫോൺ നമ്പറും നിർബന്ധമായിട്ട് ഓരോ വ്യക്തികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ദുനിയാവിൽ എപ്പോഴും മരണപ്പെടുക, എപ്പോഴും ആക്സിഡന്റ് സംഭവിക്കുന്ന പടച്ചവനുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സംഭവിക്കുമ്പോഴൊക്കെ ഒരു 80% ആളുകളെടുത്ത് അഡ്രസ്സ് ഉണ്ടാവില്ല. പിന്നെ നമ്മളത് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കറങ്ങി തിരിഞ്ഞ നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് കോഴിക്കോട് ഭാഗത്ത് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കോഴിക്കോട് ഭാഗത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അതൊക്കെ സമയം ഒരുപാട് എടുക്കുക. പെട്ടെന്ന് സർജറി ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, പെട്ടെന്ന് നമുക്ക് ബ്ലഡ് കൊടുക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിലും ഈ വലിയ സർജറി, വലിയൊരു എമൗണ്ട് വരുന്ന സർജറിയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ ബന്ധുക്കളുടെ ഒരു റിക്വസ്റ്റ് ഇല്ലാതെ ഒരു ആളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ ചാനലിലെ മുഴുവൻ ആളുകളും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അഡ്രസ്സും 2 ഫോൺ നമ്പറും, ഒന്നില്ലെങ്കിൽ മകൻ്റെ അല്ലെങ്കിൽ ബന്ധുക്കളെ, അനിയൻ്റെ, ജ്യേഷ്ഠൻ്റെ ആരാണോ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതെങ്കിൽ ഈ 2 പേരുടെയും ഫോൺ നമ്പറും അഡ്രസ്സും നിർബന്ധമായിട്ടും ഓരോരുത്തരും കരുതണം. നമുക്ക് എപ്പോഴാണ് മരണം, എപ്പോഴും ആക്സിഡൻ്റ് സംഭവിക്കാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും അപ്പോൾ നമ്മളെന്തായാലും ജംഷീദ് സലാഹി നമ്മളതുകൊണ്ട് ഇന്ന് തുടങ്ങാം. നമ്മളൊന്ന് ഫോണിൽ എനിക്ക് തോന്നുന്നത് നമ്പറായിട്ട് പൊതുവേ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. നമ്മൾ ഇന്നലെ ആണ് തിരിച്ചു വന്നത്. എത്ര ദിവസം അവിടെ ഉണ്ടായി, വയനാട് ഉണ്ടായി? ഞാൻ 30-ാം തീയതി ഈ നടന്ന പുലർച്ചെയാണ് നടന്നത്, ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഇത് നടന്നത്. 2 മണിക്കോ 1:30-ഒക്കെയാണ് നടന്നതെന്നാണ് നമുക്ക് ഏകദേശം ഒരു പ്രാഥമിക കറക്റ്റ് നിയമം. കാരണം നമുക്ക് അവർക്ക് കിട്ടുന്ന ഒരു സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഉള്ളവർക്കാണ് ഇതിൻ്റെ ഗൗരവവും ഇതെപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്നും ഇതിൻ്റെ ഗൗരവം എപ്പോഴാണ് അറിഞ്ഞതെന്നൊക്കെ അറിയണമെങ്കിൽ അവിടുത്തെ ആളുകൾ വേണം. അപ്പോൾ നമുക്ക് കിട്ടിയതിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വൈകുന്നേരം 3 മണിക്കാണ് നമ്മളവിടെ എത്തുന്നത്. ചൊവ്വാഴ്ച 3 മണിക്ക് അവിടെ എത്തി. 3 മണിക്കാണ് നമ്മളവിടെ എത്തുന്നത്. കാരണം തിരുവനന്തപുരത്ത് നിന്ന് ആളെത്തണം, എറണാകുളത്ത് നിന്ന് ആളെത്തണം. ഇവർ 2 പേരും എൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ഇവിടുന്ന് കാർ എടുത്തിട്ട് അടിയന്തരമായിട്ട് അങ്ങോട്ട് തിരിച്ചത്. ഓക്കെ. ഇതിലിപ്പോൾ കുറേ അനുഭവങ്ങളും രംഗങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങളെ മനസ്സിൽ തറച്ചു നിൽക്കണേ, നമ്മളെ ശ്രോതാക്കൾ അറിയണമെന്ന് തോന്നണ 1-2 സംഗതികൾ പറയാമോ? വയനാട് സംഭവിച്ച അല്ലേ? വയനാട് സംഭവിച്ചത് നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറം. കാരണം ഞാനിപ്പോൾ നിങ്ങളെ സ്റ്റുഡിയോൻ്റെ പുറത്തിരിക്കുന്ന സമയത്ത് ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി. നമ്മളെ ഗ്രൂപ്പിനകത്ത് വന്നത് ഫേസ്ബുക്കിലൊക്കെ ഉണ്ടാവാം. നമ്മൾ ഒരു നായ അതിൻ്റെ യജമാനനെ ഈ 5-6 ദിവസമായിട്ട് തെരഞ്ഞു നടന്നിട്ട് ഇന്ന് കിട്ടുന്നൊരു രംഗം സത്യത്തിൽ ഞാൻ കരഞ്ഞുപോയി. നമ്മൾ മനുഷ്യന്മാർ ഒരുപാട് ആളുകൾ സംഭവിക്കുന്നുണ്ട്, ഒരുപാട് ആക്സിഡൻറ്റ് സംഭവിക്കും, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ വയനാട് നമുക്ക് ചിന്തിക്കാനുള്ളൊരു പാടാണ്. ശരിക്കും നമുക്ക് ദൈവം തന്ന ഈ എല്ലാ അനുകൂല്യങ്ങളും, ഇപ്പോൾ ദൈവം തരുന്ന അനുകൂല്യങ്ങളാണല്ലോ നമ്മൾ ഇരിക്കുന്നതും സംസാരിക്കുന്നതും, എല്ലാ അനുകൂല്യങ്ങളാണ്.
അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ജീവിത ശൈലികൾ നമ്മൾ മാറ്റം വരുത്തേണ്ട ഒരു സമയം, നമ്മൾ ഒന്നും കൂടി ബോധവാന്മാരാകേണ്ട ഒരു സമയം, അതാണ് ഈ ഇൻസിഡൻറ്റ് കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. അപ്പോൾ ആ ഒരു നായ ഈ 6 ദിവസമായിട്ട് ഇതിൻ്റെ യജമാനനെ നടന്നു കണ്ടുകൊണ്ടിരിക്കുക, കാണുന്നില്ല തിരഞ്ഞിട്ട്. സ്വാഭാവികമായിട്ട് ഇന്നലെ ഒരു ക്യാമ്പിൻ്റെ പുറകുവശത്ത് നിന്നാ തോന്നുന്നു അതിൻ്റെ വീഡിയോയിൽ കണ്ടിട്ട് ആ നായ കരയുന്നൊരു രംഗം കണ്ടിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ തന്നെ സ്വാഭാവികമായിട്ട് മനസ്സ് കരഞ്ഞു പോകും. കാരണം ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും വലിയൊരു ഇൻസിഡൻ്റാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയും അപ്പുറമുള്ള ഒരു ഇൻസിഡൻ്റാണ്. കാരണം ഇപ്പം നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് വിഷമമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാണുന്ന രംഗം അത്ര ഭയാനകമാണ്. നമ്മൾ നരകത്തെക്കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ ഹദീസുകളിലും അതുപോലെ തന്നെ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കേൾക്കാനും അറിയാനും സാധിച്ചു. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഈ ഒരു രംഗം. ഒരു മനുഷ്യൻ ചിന്തിക്കാത്ത കാര്യങ്ങളാണ്, കാണാൻ കഴിയരുത് അല്ലെങ്കിൽ കാണാതിരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതും കാണാത്തതുമായ കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യത്വമുള്ള, ഒരു കരളലിയുന്ന, ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരാൾക്കും കാണാനും കേൾക്കാനും കഴിയില്ല. തീർച്ചയായും അത് വയനാട്ടിലെ ഈ ഒരു സംഗതികളിൽ നമ്മളവിടെ വിസിറ്റ് ചെയ്തപ്പോൾ നമുക്കും ഫീൽ ചെയ്തൊരു കാര്യം ഇതാണ്. ഇപ്പം ഈ ബോഡി റിക്കവർ ചെയ്യുന്നിടത്ത് നിങ്ങൾ വയനാട്ടിലെ മുണ്ടക്കയിലാണ് നിങ്ങളുണ്ടായിരുന്നത്? എവിടെ? നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുണ്ടക്കയിൽ പോയി നിൽക്കും കുറച്ച് നേരം. അപ്പോൾ അതിന് ചൂരൽമല ഭാഗത്തു നിന്ന് വിളി വരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഓടും. അത് കഴിഞ്ഞാൽ അവർ പറയും ക്യാമ്പിലേക്ക് ഇങ്ങനെ ഒരു സൗകര്യം ഇല്ല. അപ്പം നമ്മൾ ക്യാമ്പ് മീൻസ് ഉദ്ദേശിച്ച് കമ്മ്യൂണിറ്റി ഹാളും ഇതിൻ്റെ മോർച്ചറിയും കാര്യങ്ങളും നടക്കുന്ന ഭാഗത്ത് നമ്മൾ അപ്പോത്തിന് അങ്ങോട്ട് ഓടും. അങ്ങോട്ട് ഓടുന്ന സമയത്തായിരിക്കും എയിംസ് ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു ഇതുണ്ട്, അവിടെ അങ്ങനത്തെ സൗകര്യം ഉണ്ട്, ഇങ്ങനത്തെ അത് ചെയ്യേണ്ട ആളിറക്കാൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഓടും. പക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമുണ്ട് എന്ന് പറയുന്നത് നമ്മളെ മാൻ പവറാണ്. ആയിരക്കണക്കിന് ആളുകളാണ് സന്നദ്ധരായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ, ഒരുപക്ഷെ ഭാര്യ ഹോസ്പിറ്റലായിരിക്കാം, അല്ലെങ്കിൽ മക്കൾ ഹോസ്പിറ്റലായിരിക്കാം, അല്ലെങ്കിൽ വിട്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആളുകളായിരിക്കാം. പക്ഷേ ഇതൊക്കെ മാറ്റിവെച്ച് ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നു ഇത്ര ഗൗരവം മനസ്സിലാക്കിയ ഉടനെ തന്നെ ഒരു സംഘടന എന്നല്ല, എല്ലാ വ്യക്തി എന്നല്ല, എല്ലാ സംഘടനകളും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ രീതിയിലും അവിടെ എത്തിപ്പെട്ടു രക്ഷാപ്രവർത്തനത്തിൽ എന്നുള്ളത് കേരളത്തിന് മാത്രം ഇതില് മാൻ പവർ നമുക്കുണ്ട്. അത് നമ്മള് പിന്നെ നമുക്കതിലൊരു പാരമ്പര്യവും ചരിത്രമൊക്കെ ഉണ്ട്. കേൾക്കുമ്പോൾ ഓടിയെത്തും, തീർച്ചയായിട്ടും വരണ്ട എന്ന് പറയുന്ന അവസ്ഥയ്ക്കാണ് പൊതുവെ എത്തല്. പക്ഷെ ഈ മാൻ പവർ എത്തിക്കൽ അത്ര തന്നെ പ്രശ്നമല്ല. പക്ഷേ എക്യുപ്മെന്റിന്, ഫ്രീസറിന്, ആംബുലൻസിനൊക്കെ അത് തന്നെ വേണമല്ലോ. അത് എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന രീതി? എങ്ങനെയാണ്? നമ്മൾ ആദ്യഘട്ടം എന്ന് പറയുന്നത് ആംബുലൻസാണ്. കാരണം ആക്സിഡൻറ്റ് കെയർ സർവീസ്, ഈ ആംബുലൻസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. നമ്മളെ നാട്ടുകളിലൊക്കെ എന്തുണ്ടെങ്കിലും നമ്മൾ വിളിച്ചാൽ ഓടിയെത്തും. രാവോ പകലോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും ചിന്തിക്കാതെ വരുന്ന ആളുകളാണ് ആംബുലൻസ് ഡ്രൈവർമാർ, ഒന്നും പ്രതീക്ഷിക്കാതെ. പക്ഷേ ഈ ഇൻസിഡൻറ്റ് ഉണ്ടായി ഇത്രയും ഗൗരവം നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ മാത്രമല്ല, എല്ലാ ഭാഗത്തുള്ള ആംബുലൻസ് സംഘടനയിലുള്ളതും ഇല്ലാത്തതുമായ വ്യക്തികളുടെ ആംബുലൻസും ഒക്കെ എല്ലാ സംഘടനകളുടെ എല്ലാ ആംബുലൻസുകളും, നല്ല മനസ്സുള്ള എല്ലാ ആംബുലൻസുകളും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏകദേശം 500ഓളം ആളുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ താമസം, ഭക്ഷണം, മറ്റു കാര്യങ്ങളൊക്കെ എന്തായിരുന്നു അവസ്ഥ? നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് ഈ ഭക്ഷണം അതല്ലെങ്കിൽ അവരുടെ പ്രാഥമിക മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ആ ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഭക്ഷണം, വെള്ളം, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് ശേഷം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് രക്ഷാപ്രവർത്തകരും ഗവൺമെൻറ്റും ഉണർന്ന് പ്രവർത്തിച്ചത് ഇവർക്ക് ഈ ആക്സിഡൻറ്റ് പറ്റിയ ആളുകൾക്ക് ജീവൻ കൊടുക്കുക അല്ലെങ്കിൽ ജീവൻ നിലനിർത്താനുള്ള സാഹചര്യത്തിലേക്ക് ഒരുക്കി കൊടുക്കലാണ് എല്ലാവരും ആദ്യം ചെയ്തത്. പിന്നെയാണ് അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കേരളം അറിയാലോ, എന്ത് ഇൻസിഡൻറ്റ് നടന്നാലും അതിന് വേണ്ട എല്ലാ ഭക്ഷണമാണെങ്കിലും സൗകര്യമാണെങ്കിലും എല്ലാ സംഘടനകളും എത്രയാ അവരുടെ കെയറിങ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. കാരണം ഞാനൊക്കെ അതുപോലുള്ള ക്യാമ്പുകളിൽ നിന്നും അവർ കൊണ്ടുവന്ന് തരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ ഇൻസിഡൻറ്റിൽ ചെയ്ത ഒരാൾ എന്ന നിലക്ക്
ഇതിന് പ്രത്യേകം പറയേണ്ടത് നമ്മൾ വയനാട് ജില്ലയിലുള്ള ആംബുലൻസുകളാണ്. വളരെ ആത്മാർത്ഥമായിട്ട് അവർ ചെയ്യുന്ന, നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകും അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ, അല്ലെങ്കിൽ അതിനനുസരിച്ച് കോർഡിനേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന ആ ഒരു സമയം. ഭയങ്കര നിർഭാഗ്യവാന്മാരാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത്. കാരണം അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് അത്രയും ആംബുലൻസുകളും, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇൻസിഡൻറ്റ് നടന്ന ചിലപ്പം പെട്ടെന്ന് ഇതിൻ്റെ ആഘാതം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾക്ക് ഇടയിലുള്ള ഒരാളുകൾ നമ്മളെ വിളിച്ചറിയിക്കാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവരെന്താ ചിന്തിച്ചത്, ഒരുപാട് ആളുകളുണ്ട്, അപ്പോൾ നമ്മളെ കൊണ്ടൊന്നും മതിയാവില്ല, എല്ലായിടത്തുനിന്നും ആളുകളും ആംബുലൻസുകളും വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളെ അറിയിച്ചത്. എന്തായാലും എല്ലാ ആംബുലൻസുകളും വളരെ സജീവമായിട്ട് തന്നെ അവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിൽ. ആദ്യം നമ്മൾ കൊടുക്കുന്നത് രക്ഷാപ്രവർത്തനമാണ്. ഈ മരണപ്പെട്ടതും അല്ലെങ്കിൽ ബോഡി ഫ്രീസറിൽ വെക്കുന്നത് അതൊക്കെ രണ്ടാമത്തെ കാര്യങ്ങളാണ്. ജീവനുള്ളവരെ ജീവൻ നിലനിർത്താനുള്ള പാച്ചിലായിരുന്നു ഞങ്ങൾ. അത് നമുക്ക് എത്രത്തോളം അതിൽ നമുക്ക് ആളുകളെ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്രത്തോളം എത്തിക്കാൻ പറ്റും, എത്ര % എത്തിക്കാൻ പറ്റിയിട്ടുണ്ടാവും? നമുക്ക് ഏകദേശം ഒരു 85% ആളുകളെ നമുക്ക് അടിയന്തരമായിട്ട് എത്തിക്കാൻ പറ്റി. അതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാടും നഗരവും ഞങ്ങളോട് കൂടെയായി. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ വളരെ ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാച്ചുറലായിട്ട് നമ്മളെല്ലാവരും കാണാൻ പോകുന്നതും നമ്മൾ താമസിക്കാൻ ആഗ്രഹിക്കുന്നതും സ്ഥലമാണ് നമ്മൾ വയനാട്, അല്ലേ? നമ്മൾ ഇന്ത്യയിൽ തന്നെ വളരെ ഒരു പോപ്പുലറായിട്ടുള്ളൊരു നാച്ചുറൽ നാടാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ പച്ച വിരിച്ച് കിടക്കുന്ന ഒരു നല്ലൊരു അനുഗ്രഹമീതമായ ഒരു നാടാണ്. അതെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് തന്നെ ഒരുപാട് ചെറുപ്പക്കാരും വയസ്സന്മാരായ എല്ലാ ആളുകളും റോഡുകളിൽ ഇറങ്ങി നിന്ന് വണ്ടികളൊക്കെ ബ്ലോക്ക് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് ഈ ഇൻസിഡൻറ്റ് പറ്റിയ ആളുകളൊക്കെ എത്തിക്കാൻ അവർ ചെയ്ത ആ ഒരു അവരുടെ മനസ്സ്, അല്ലെങ്കിൽ അവർ നല്ല മഴയും നടക്കുന്ന സമയമാണ്. ഈ മഴയൊക്കെ അവഗണിച്ച് അവരുടെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടാണ് അവർ റോഡിൽ നിന്ന് നമ്മളെ വഴിയൊരുക്കി തരാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആ വെമ്പൽ. അതല്ലെങ്കിൽ നമ്മൾ പേഷ്യൻ്റ് ഇറക്കി കൊടുത്താൽ അവർ അപ്പോത്തിന് കടയിൽ നിന്നൊക്കെ വെള്ളം എടുത്തിട്ട് നമുക്ക് കൊടുന്നു തരും. നമുക്കത് മേടിക്കാനുള്ള നേരമില്ലെങ്കിലും കൂടി അവർ ചെയ്യുന്നുണ്ടല്ലോ എന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു. ഈ റോഡ് ഒരുക്കി തരിക എന്ന് പറയുമ്പോൾ നമ്മൾ കേരളം കണ്ട ചില യാത്രകളുണ്ട്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള യാത്ര, അതേപോലെ കോഴിക്കോട്ട് നിന്ന് അങ്ങ് കോയമ്പത്തൂർ വരെയുള്ള യാത്ര. ഈ കോഴിക്കോട്ട് നിന്ന് കോയമ്പത്തൂർ വരെയുള്ള യാത്ര ഞാൻ ഓർക്കണത് അവർ പാസ് ചെയ്ത് ഇത് പെരുന്തമണ്ണ വഴിയാണ്. അല്ല, ആദ്യം നമുക്കുണ്ടായത് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയാണ്. അതിന്റെ വീഡിയോ അതിന്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. കാരണം 2017 18 ഫസ്റ്റിലാണ് ആ ഒരു നമ്മളെ കേരളത്തിൽ തന്നെ ഫസ്റ്റ് എന്ന് പറയാം. ഒരു വലിയ രീതിയിൽ ഒരു കൊച്ചുകുട്ടിയെ, ഹനാൻ എന്ന് പറയുന്ന ഒരു കൊച്ചു, ഞാൻ കുട്ടിയെ നല്ല ഓർക്കുന്നു, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു നമുക്ക് അന്ന് നമ്മൾ സംഘടന തുടങ്ങിയ സമയത്ത് 2017 നമ്മൾ സംഘടന തുടങ്ങിയത്. ആ തുടങ്ങിയ സമയത്ത് നമ്മൾ പ്രാഥമികമായിട്ട് സംഘടന രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടില്ലെങ്കിലും കൂടിയിട്ട് പ്രാഥമികമായിട്ടൊരു ഒരു ഗ്യാങ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പുകളുണ്ടായി തുടങ്ങിയ സ്റ്റാർട്ടിങ് സമയത്ത്. അന്ന് നമ്മൾ ഇങ്ങനെ ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടുവരുന്നുണ്ടെന്നും അത് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണെന്നും, അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് അറിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഈ ആംബുലൻസ് ഡ്രൈവറെ വിളിക്കുകയും അവിടുത്തെ ഡോക്ടേഴ്സിനോട് സംസാരിച്ചു. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ആ സമയത്ത് ഞാൻ അന്ന് നമ്മളെ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറായിരുന്നു. ശൈലജ ടീച്ചറെ പേഴ്സണൽ സെക്രട്ടറിയെ ഞാൻ വിളിച്ചു. ഞാൻ ഇന്ന ആളാണ്, ഇങ്ങനെ ഒരു കുട്ടിയെ അടിയന്തരമായിട്ട് എത്തിക്കേണ്ടതുണ്ട്, അതിന് നിങ്ങളുടെ സഹായവും തേടേണ്ടതുണ്ട്, അതുകൊണ്ട് അടിയന്തരമായിട്ട് നിങ്ങളുടെ സഹായം വേണം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ മേഡത്തിനൊന്ന് കണക്ട് ചെയ്യാൻ മേഡമുണ്ട്, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. മേഡത്തിനോട് സംസാരിച്ചേക്ക് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞു, അതിൻ്റെ എന്താണെന്ന് ഞാൻ അന്വേഷിക്കട്ടെ, അടിയന്തര നടപടി എടുത്തിട്ട് ഞാൻ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ടീച്ചർ എന്തായാലും സ്വാഭാവികമായിട്ട് ആ ഡോക്ടേഴ്സിനെ ഹോസ്പിറ്റലിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി തിരിച്ച് എന്നെ പേഴ്സണൽ സെക്രട്ടറി വിളിച്ച് പറഞ്ഞു, നിങ്ങളൊരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട, അടിയന്തരമായിട്ട് കുട്ടികളെ എത്തിക്കുക, വേറൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, ബാക്കി എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്തോളാം. അത് കഴിഞ്ഞ് ഞാൻ ADGP, അന്ന് ADGP ആയിരുന്ന മനോജ് എബ്രഹാം സാറാ, അദ്ദേഹത്തെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. നമ്മളെ സംഘടന തുടങ്ങുന്നത് മുമ്പാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനതെക്കുറിച്ച് അന്വേഷിക്കട്ടെ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് കട്ട് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും നമ്മളെ ടീച്ചറെ വിളിച്ചു. ടീച്ചറെ വിളിച്ചേക്ക് സെക്രട്ടറി എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഞാനും ഇപ്പോൾ ഇൻഫോം ചെയ്യാം, എനിക്ക് എല്ലാ സൗകര്യവും ഏർപ്പെടുത്താം. ഓക്കെ. അതിലുപരി നമ്മളെ ആംബുലൻസ് ഡ്രൈവർമാർ 10-15ഓളം ആംബുലൻസ് ഡ്രൈവർമാരാണ് അന്ന് വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ഒരാളെന്നല്ല എല്ലാവരും
നമ്മൾ ആ വണ്ടിക്ക് കടന്നു പോകാൻ വേണ്ടി എല്ലാ സൗകര്യവും ഒരുക്കി. അതിൽ ഈ പാവം ഞാൻ വണ്ടി എടുത്ത സമയത്ത് 2017 ഏപ്രിലാണ് ഞാൻ വണ്ടി എടുക്കുന്നത്, ആംബുലൻസ് എടുക്കുന്നത്. ആ ആംബുലൻസ് എടുത്ത് ആ വണ്ടിയാണ് ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് വെട്ടിച്ചിറ മുതൽ എടപ്പാൾ വരെ ഞാൻ എസ്കോട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അതിൻ്റെ ശേഷം ശങ്കരംകുളം ഭാഗത്തുള്ള എൻ്റെ സുഹൃത്ത് റാഷിദ് ശങ്കരംകുളത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വണ്ടി മുന്നിൽ കയറി നമ്മൾ സ്വാഭാവികമായിട്ട് വളരെ ചെറിയൊരു മൊമെന്റിലുണ്ടാകുന്ന പ്ലാനാണ്. അതെ അതെ അതെ, നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചൊരു കാര്യമല്ലല്ലോ. നമ്മുടെ ശ്രോതാക്കള് പ്രത്യേകം നമ്മുടെ ഗസ്റ്റുമായിട്ട് പ്രത്യേകം അന്വേഷണം പറയാൻ വേണ്ടിയുള്ള മെസ്സേജുകളുണ്ട്. ഇപ്പം പറഞ്ഞ ന്യൂസ് ഞാൻ കണ്ടു, നായൻ്റെ ന്യൂസ് ഞാൻ കണ്ടു, ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു എന്ന് മംഗലാപുരത്ത് നിന്നുള്ള ഒരു ഷിജിനയാണ്, അത് മംഗലാപുരമല്ല, അതെ, നമ്മുടെ മറ്റൊരു ശ്രോതാവാണ്, അവര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ആംബുലൻസുമായി ബന്ധപ്പെട്ട അനുഭവമുണ്ട്. എൻ്റെ കുട്ടി ഇതേപോലത്തെ ഒരു ഘട്ടം കടന്നുപോയതാണ്. ഉസ്താദ് പറഞ്ഞപ്പോൾ ഞാനത് ഓർത്തുപോയി. 11 വയസ്സായ കുട്ടിക്ക് സഫിയ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഒന്നുകൂടി ഇതിൻ്റെ ഒരു ക്ലോസിംഗ് സെഷനിലേക്ക് പോകണം. 2-3 കാര്യങ്ങൾ എനിക്ക് ക്ലാരിറ്റി കിട്ടേണ്ടത്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ എക്സ്പെൻസ് ഉണ്ട്, അത് നിങ്ങളൊറ്റക്ക് വഹിക്കേണ്ടതെന്നല്ല, എല്ലാവരും വഹിക്കേണ്ട. ആ എക്സ്പെൻസുകൾ ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവേഴ്സിന് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, നമ്മളിപ്പോൾ ഈ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മളിതൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല, നമ്മൾ ചിന്തിച്ചിട്ടുമില്ല. നമ്മളിവരെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമുക്കിപ്പോൾ ഇവിടെ നമ്മളെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും 89 ആംബുലൻസുകൾ നമ്മളെ സംഘടനയിൽ നിന്നും മറ്റുള്ള ആളുകളായിട്ട് 89, കാരണം അത് കോർഡിനേറ്റ് ചെയ്തതും ഞാനാണ്, അതുകൊണ്ട് കറക്റ്റ് കണക്ക് എനിക്ക് കിട്ടും. മിനിയാന്ന് വരെ 89, മിനിയാന്ന് വരെ 89 ആംബുലൻസുകൾ നമ്മൾ വയനാട്ടിലേക്ക് ബോഡിയും അതുപോലെ തന്നെ ശരീര അവയവങ്ങളുമായിട്ട് 89 നിലമ്പൂർ നമ്മളെ ഭാഗത്ത് നിന്ന് നിലമ്പൂർ ഹോസ്പിറ്റലിൽ നിന്നും സർജറി നമ്മളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വയനാട്ടിലേക്ക് മാറ്റി. അതിന് 30 ലിറ്റർ ഒരു വണ്ടിക്ക് 30 ലിറ്റർ ജില്ലാ ഭരണകൂടം നമുക്ക് അടിച്ചു തന്നു. കാരണം അത് വലിയൊരു കാര്യമാണ്. കാരണം ഒരുപക്ഷെ ചില ആളുകളൊക്കെ പെട്ടെന്ന് ഇൻസിഡന്റ് വന്ന് ഓടി വന്നതായിരിക്കും, അവരുടെ അടുത്ത് ചിലപ്പോൾ എണ്ണ ഉണ്ടാവില്ല, എണ്ണ അടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അത് വലിയൊരു പുണ്യമായിട്ടാണ് ജില്ലാ ഭരണകൂടം ഞങ്ങൾക്ക് 30 ലിറ്റർ എണ്ണ അവിടെ സൗജന്യമായി. ഷമീർ ഭായി പറയുന്നത് അവരുടെ നിലപാടാണ്, അവർക്ക് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല എന്നത് അവർ പറയുന്ന നിലപാടാണ്. ചാരിറ്റി പ്രവർത്തകരോട്, സാമൂഹ്യ പ്രവർത്തകരോട്, രാഷ്ട്രീയ പ്രവർത്തകരോട്, ഭരണകൂടത്തോടൊക്കെ പീസ് റേഡിയോ ആവശ്യപ്പെടുന്നു, ഈ രംഗത്ത് ജീവൻ പണയം വെച്ചുകൊണ്ട്, സ്വന്തം ജീവൻ സ്റ്റിയറിങ്ങിലേക്ക് എടുത്തു വെച്ചുകൊണ്ട്, സർവം മറന്നുകൊണ്ട്, തൻ്റെ പിന്നിൽ പിടക്കുന്ന ജീവിതത്തെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, നമ്മുടെ ഇടുങ്ങിയ റോഡുകളിലൂടെയും SHകളിലൂടെയും NHകളിലൂടെയും മറ്റു ട്രാഫിക് ജാമുകളിലൂടെയും ഒക്കെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന, ജീവന് വേണ്ടി കുതിക്കുന്ന ഈ ഒരു സമൂഹമുണ്ട്. 8000 ആളുകളെക്കുറിച്ച് പറഞ്ഞു. അവരുടെ വീടും പുകയണം, അവരുടെ കുഞ്ഞുങ്ങളും പഠിക്കണം, അവർക്കും കഴിക്കണം, അവർക്കും ആശ്വസിക്കണം. അതുകൊണ്ട് അവരെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നിർബന്ധമായും പരിഗണിക്കേണ്ടതാണ്. ഭക്ഷണ വസ്തുക്കൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടുകയാണ് നമ്മൾ, അത് വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത്തരം ക്യാഷ് ഇത്തരം വ്യക്തികളെ അവരുടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നിടത്തേക്ക് നൽകണം എന്ന വളരെ ഗൗരവമുള്ള ഒരു മെസ്സേജ് പീസ് റേഡിയോ ഒരു ഘട്ടത്തിൽ നൽകാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ അവസാന സമയത്ത് അടിയന്തരമായി ഒരു ആംബുലൻസ് കിട്ടേണ്ടി വന്നാൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഒരുപക്ഷെ ആംബുലൻസ് നമുക്കൊരു അപകടം സംഭവിച്ചാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താ അറിയോ, പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നാണ്. അപ്പോൾ പല ആളുകളും പ്രൊമോട്ട് ചെയ്യുന്നത് കിട്ടുന്ന വണ്ടി, ഒരെങ്കിലും ഓട്ടോറിക്ഷ ആയിരിക്കാം, ജീപ്പായിരിക്കാം, കാറായിരിക്കാം, ഇതിലാണ് സാധാരണ നമ്മൾ കയറ്റിക്കൊണ്ടുപോവുക. പക്ഷേ യാതൊരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കൂടുതൽ പരിക്കിന് നമ്മൾ ഒരുപക്ഷെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച ഒരാൾ ഒരു റോഡിൽ ആക്സിഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വീണതായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എൻജറി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ബ്ലഡോ കാര്യങ്ങളോ മുറിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തിന് നീക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ള പറയാനൊന്നും സാഹചര്യമില്ലാത്തൊരു സാഹചര്യത്തിലുള്ള ആളുകളുണ്ടാവും. അവരൊരു പക്ഷേ അവൻ 5 മിനിറ്റോ 10 മിനിറ്റോ വെയിറ്റ് ചെയ്തിട്ടെങ്കിലും ആംബുലൻസിൽ അടിയന്തരമായിട്ട് കൊണ്ടുപോകണം. കാരണം നമ്മൾ കാണാത്ത അവയവങ്ങൾ ശരീരത്തിനകത്തുണ്ട്. സ്പൈൻ ബോർഡിനൊക്കെ എന്തെങ്കിലും ചെറിയൊരു സ്ക്രാച്ച് സംഭവിച്ചാൽ ജീവിതകാലം മുഴുവനും അദ്ദേഹം മറ്റുള്ളവരുടെ സഹായത്തോടെ കഴിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറും. എല്ലാവരും ശ്രദ്ധിക്കണം. ഷമീർ പട്ടാമ്പിക്ക് പ്രത്യേക ബിഗ് സല്യൂട്ട് സുനീറയും ഫാമിലിയും നൽകിയിട്ടുണ്ട്. ഒരു സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുകയാണ്.
ഇവിടെ പറഞ്ഞ പോലെ ഇപ്പം കരിപ്പൂര് ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ കാറൊക്കെ ഉണ്ടായിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ പറഞ്ഞു, കാറൊക്കെ ഉണ്ടായിട്ടും ആളുകളെ കൊണ്ടുപോയത് ലോറിയിലൊക്കെയാണ് ആംബുലൻസ് കിട്ടാതിരുന്നപ്പോൾ. കാരണം അവിടെ അത് അറിയണ ഒരാളുണ്ടായി, ട്രോമാ കെയർ പരിശീലനം കഴിഞ്ഞ ഒരാളുടെ ഊര പൊട്ടിയ ഒരാളെ കാറിൽ എടുത്തു വെക്കണോടുകൂടെ ഇനി ചികിത്സിക്കാൻ കൊണ്ടോണ്ട, നേരെ പെരി കൊണ്ടേക്കാൻ നല്ലത്. കാരണം അത് റിക്കവർ ചെയ്ത് വരൂല, യാതൊരു സംശയമല്ല. അപ്പൊ ഷമീർ ഭായി ആ പറഞ്ഞ മെസ്സേജ് വളരെ ഗൗരവമുള്ള ഒരു മെസ്സേജാണ്. അതെ, നമ്മൾ ഏതിന് 100 വിളിക്കല്ല. ഇപ്പോ 108 ഉണ്ട്, പക്ഷെ ഗവൺമെന്റ് സർവീസ് ജീവിക്ക എന്ന് പറയുന്നൊരു കമ്പനി സർവീസാണത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത് നമ്മൾ ഓരോ പഞ്ചായത്തിൽ താമസിക്കുന്ന ആളുകളാണ്. അപ്പം നമ്മൾ അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ പഞ്ചായത്ത് അല്ലെങ്കിൽ നമുക്ക് പരിധിയിൽ വരുന്ന ആംബുലൻസിൻ്റെ നമ്പർ, പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ, ഇത് ഫയർ സ്റ്റേഷൻ്റെ നമ്പർ, ഇതൊന്നും ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഒരാളെ വീട്ടിലും ഉണ്ടാവില്ല. ഇത് നമ്മൾ തൊട്ടറിയുന്ന ആളുകളോട് ആംബുലൻസിൻ്റെ നമ്പർ ഉണ്ടോ അല്ലെങ്കിൽ ആംബുലൻസ് വിളിച്ച് അറിയിക്കൂ, ഇത് പറയരുത്. നമ്മളെല്ലാ വീടുകളിലും അടിയന്തരമായിട്ട് ഫയർ സ്റ്റേഷൻ നമ്പർ, തൊട്ടടുത്തുള്ള ആംബുലൻസുകളുടെ നമ്പർ, പോലീസ് സ്റ്റേഷൻ നമ്പർ. പോയിന്റ് നമ്പർ 2 അതാണ്. ഒന്ന്, നമ്മൾ ഇന്ന് എല്ലാവരും, ഞാനടക്കം നിങ്ങളെല്ലാവരും നമ്മളെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിലും ഒക്കെ ഫോണല്ലാത്തൊരു സ്ഥലത്തും സേവ് ചെയ്യണം. അത് എല്ലാവരും ചെയ്ത ആളുകൾ നാളെ ഇന്നൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇൻഷാ അല്ലാ ഇന്നിപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇടുമ്പോൾ യൂട്യൂബ് വീഡിയോസിലൊന്ന് കമന്റ് ചെയ്യണം. 2, നല്ലൊരു പോയിന്റാണ് അദ്ദേഹം പറഞ്ഞത്, ആംബുലൻസിന്റെ തൊട്ട പരിസരത്തൊക്കെ കിട്ടണ വ്യത്യസ്ത ഹോസ്പിറ്റലുകളോട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അങ്ങനെ നമ്മളെ ജീവിക്കുന്ന നാടിന്റെ പരിസരത്തുള്ള ആംബുലൻസുകളുടെ നമ്പർ എല്ലാ ഭാഗത്തുണ്ട്. പഴയ മാതിരി അല്ലല്ലോ, എല്ലാ ഭാഗത്തും ആംബുലൻസുകളുണ്ട്, ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം, എന്ത് ആക്സിഡൻറ്റ് നടന്നാലും പതറരുത്. അതെ, ഇപ്പോൾ നമ്മൾ ചില ആളുകളെ വീടുകളിലൊക്കെ ചെന്നാൽ ഒരു പക്ഷേ ഒരു ഇൻസിഡൻറ്റ് എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരിക്കും, എന്താ പറ്റിയെന്ന് പോലും അവർക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാവരും പരിഭ്രാന്തരാകാതെ രോഗിയെ സുരക്ഷിതമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഓക്കെ ഷമീർ ഭായ്, നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് സമയം കഴിഞ്ഞിട്ട് കുറച്ചായി, നമ്മളൊരു 7 മിനിറ്റ് അഡീഷണൽ എടുത്താണ്. ഏതായാലും വളരെ സന്തോഷം താങ്കൾ ഈ സെഷനിൽ പങ്കെടുത്തതിൽ.